എൻ്റെ ഒരു എക്സ്റേ കാണാതെ പോയിട്ടുണ്ടായിരുന്നു. അത് കണ്ടുപിടിക്കാൻ വേണ്ടി വീട് മൊത്തം ഞാൻ വലിച്ചിട്ടു. അവസാനം എൻ്റെ മേക്കപ്പ് സാധനങ്ങളും എൻ്റെ സാധനങ്ങൾ മറ്റ് അലങ്കാര വസ്തുക്കളൊക്കെ ഇരിക്കുന്ന ടേബിളൊന്ന് ഇളക്കി മറിച്ചു. അതിൻ്റെ അവസ്ഥയാണിത്. ഏറ്റവും ലാസ്റ്റ് അതിൽ നിന്ന് കിട്ടിയെങ്കിലും ഫുൾ മെസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ കുപ്പിവളകൾ കുറച്ച് കാണിച്ചു തരാമെന്ന്. എൻ്റെ വളയൊക്കെ പലയിടത്തായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ബോക്സിലാക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഞാൻ ഒരു ബോക്സ് ഉമ്മാടെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിനകത്തോട്ടാക്കി വെക്കാം. കാരണം പൊട്ടിപ്പോകും. ഇതൊരു 10 വർഷത്തെ കളക്ഷനാണെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ വളർന്നിട്ടില്ലേന്ന്. ശരിയാണ്, എൻ്റെ കൈ അന്നും ഇന്നും ഒരേ സൈസാണ്. 2.2, 2.4. 4 ഒക്കെ ഭയങ്കര വലുതാണ്. 2.2 ആണ് എൻ്റെ പെർഫെക്റ്റ് സൈസ്. അതിലുള്ള ഒരുപാട് പണ്ടത്തെ മുതലുള്ള വളമുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള റെയിൻ ഡ്രോപ്പ് കുപ്പിവള അതുകൊണ്ട് അത് ഞാനിപ്പോൾ ഈ അടുത്ത് മേടിച്ചതാണ്. പിന്നെ കുറേയൊക്കെ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ ഞാൻ മേടിക്കുന്നത് കേട്ടോ, 30 രൂപയ്ക്കൊക്കെ. അങ്ങനെ കുറേ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെരുന്നാളിന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വർഷങ്ങളായിട്ടുള്ള എൻ്റെ കുപ്പിവള കളക്ഷനാണ്. വണ്ണം വെക്കാത്തത് കൊണ്ട് അന്നും ഇന്നും ഒരേ സൈസാണ്. ഏത് വേണമെങ്കിലും ഇപ്പോഴും ഇടാം. അങ്ങനെ അതെല്ലാം ഞാൻ അടുക്കി പെറുക്കി ഇങ്ങനെ വെക്കുമായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ അമ്മ പൂനെ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ എനിക്ക് ഈ കുപ്പിവളകൾ കൊണ്ടുതരാറുണ്ട് കേട്ടോ. അവിടെയുള്ളവർ റിലേറ്റീവ്സ് വരുമ്പോൾ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ അതും കുറേ ഉണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളൊക്കെ അതിലുണ്ടായിരുന്നെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അവസാനം അതൊക്കെ ഞാൻ വൃത്തിയാക്കി. എനിക്കിങ്ങനെ മേലനങ്ങി പണിയെടുത്ത് ശീലമില്ല എങ്കിലും ഞാൻ ഇതൊക്കെ ചെയ്തു. എല്ലാം വൃത്തിയാക്കി. കുറേ ഉണ്ടായിരുന്നു വർഷങ്ങൾ പഴക്കമുള്ള സിറം. 2023 ഇതായ സിറമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. അവസാനം എനിക്കിങ്ങനെ ആക്രി സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നൊരു സ്വഭാവമുണ്ട്. അത് കളയാൻ മനസ്സങ്ങനെ വരത്തില്ല. അവസാനം ഞാനത് കളഞ്ഞു കുറച്ചൊക്കെ. ബാക്കി ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ.